പത്തനംതിട്ട കോന്നിയിൽ വനിതാ സംരംഭകയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ കേസെടുക്കുന്നില്ലെന്ന് സംരംഭക ആരോപിച്ചിരുന്നു. CPM കോന്നി ഏരിയ കമ്മിറ്റി അംഗം രാജേഷ്, ഡിവൈഎഫ്ഐ നേതാവ് ഷിജു എന്നിവർക്കെതിരെയാണ് കേസ്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും CG ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, സംരംഭകയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലാണിപ്പോൾ കേസെടുത്തിരിക്കുന്നതിന്റെ പോലീസും മറ്റ് വിശദാംശങ്ങളും. കഴിഞ്ഞ 16-ാം തീയതിയാണ് കോന്നിയിൽ കട നടത്തുകയായിരുന്ന സംരംഭകയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും കട പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത CPI നേതാക്കൾ കടയിലെത്തിയത്. തുടർന്ന് സംരംഭക പരാതി നൽകിയും പോലീസ് നടപടിയെടുത്തില്ല. തുടർന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ പ്രതികരണവുമായി ഈ സംരംഭകയും വന്നിരുന്നു. പരാതി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ നൽകിയിട്ടും രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് CPI നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നില്ല. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വന്ന കൃത്യമായി ആ കടയിലെത്തിയ CPI നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പാർട്ടി നിർദ്ദേശപ്രകാരം വന്നതാണ്, ഈ കട പൂട്ടിക്കുമെന്ന ഭീഷണി മുഴക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകി. എന്നിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ വാർത്തയായി തുടർന്ന് വലിയ ചർച്ചയായതോടുകൂടിയാണ് ഇപ്പോൾ ഇവർക്ക് നേരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. CPM കോന്നി ഏരിയ കമ്മിറ്റി അംഗം രാജേഷ്, ഡിവൈഎഫ്ഐ നേതാവ് ഷിജു എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ ഇതേ കട നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശികളായ 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മുൻപ് കട നടത്തിയവർക്ക് വേണ്ടിയാണ് CPM ഇത്തരത്തിൽ വനിതാ സംരംഭകയോട് മോശമായി പെരുമാറുകയും കട പൂട്ടിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തെന്നാണ് പ്രധാനമായും പരാതി ഉയർന്നത്. എന്നാൽ ഇപ്പോൾ കോന്നി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രതികളെ ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും സംരംഭക പരാതി പറയുന്നുണ്ട്. എന്തായാലും ഒടുവിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി കേസെടുക്കാതിരുന്ന പോലീസ് ഒടുവിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. KP. യെസ്, ജുമേഷാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.